സമസ്ത ഇവിടെ ഇപ്പോഴും ഇങ്ങനെ സമൂഹത്തിനിടയിൽ വേരുറച്ചു നിൽക്കാനുള്ള ഒന്നാമത്തെ കാരണം അതിന് നേതൃത്വം നൽകിയ മഹത്തുക്കളുടെ സൂക്ഷ്മശാലുക്കളായ പണ്ഡിതന്മാരുടെ ജീവിത വിശുദ്ധി തന്നെയാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും നോക്കി വായിക്കുമ്പോൾ, ഏതൊരു പ്രസ്ഥാനത്തെയും പഠിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നതാണല്ലോ ആ പ്രസ്ഥാനത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ഒരു പ്രസ്ഥാനം ശരിയായ റൂട്ടിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതോ അബദ്ധസഞ്ചാരമാണോ നടത്തുന്നത് എന്നത് നോക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന അവരുടെ ജീവിത വിശുദ്ധി അതിന് വലിയ പ്രാധാന്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഉസ്സിസ അല തഖ്വ, തഖ്വയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനെ കവർന്നെടുക്കാൻ ഇവിടെയുള്ള ബിദ്അത്തുകാർ വരുന്നുണ്ട് എന്ന അതിനു വേണ്ട സകല കുതന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കത്തിന്റെ കാരണക്കാരൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ നിയ്യത്ത് വളരെ വലിയ വിശുദ്ധമായ നിയ്യത്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓടി നടന്ന് ആദ്യമായി കാണാൻ പോകുന്നത് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ പിതാവായ കോയാമുട്ടി മുസ്ലിയാർ, ഷെയ്ഖുൽ കബീർ കോയാമുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവനെയാണ്. കേരളത്തിന്റെ ഒരു കാലത്ത് ആധ്യാത്മിക നേതാവായ വലിയ ത്വരീഖത്തുകളുടെ ഷെയ്ഖായ വലിയ മഹാൻ. അദ്ദേഹത്തെ കാണാൻ ചെന്ന് അദ്ദേഹത്തോട് ആശീർവാദം ചോദിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പുറപ്പെടുന്നത്. ആ നേരത്ത് ബഹുമാനപ്പെട്ടവർക്ക് എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങളുടെ പണ്ഡിത സംഘടന തീർത്തും അനിവാര്യമാണ് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ മകനുണ്ട്, അബ്ദുൽ ബാരിയുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് അബ്ദുൽ ബാരി ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ അബ്ദുൽ ബാരി ഉസ്താദ് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി വരുന്നുണ്ട്. ഈ മഹത്തുക്കളുടെ ഒക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായ തസവ്വുഫിന്റെ വറഇന്റെ ജീവിതമായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് പിതാവിട്ട പേര് മുഹമ്മദ് എന്നായിരുന്നു. ഈ അബ്ദുൽ ബാരി ഉസ്താദിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം. ബഹുമാനപ്പെട്ടവർക്ക് പിതാവിട്ട പേര് മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഒരു കളവ് തമാശ രൂപേണ പറഞ്ഞു. ഇത് അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ ഈ മകനായ അബ്ദുൽ ബാരി ഉസ്താദിനെ വീട്ടിന്റെ ഇരുട്ടറയിലേക്ക് വിളിച്ചിട്ട് മകനെ ശാസിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ മുഹമ്മദ് എന്ന പേരിട്ടത് നീ കളവ് പറയാനല്ല, നബി തങ്ങളെ പേരിട്ട് നീ കളവ് പറയരുത്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രം അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു സ്ഥാനപ്പേര് വരെ സമൂഹം നൽകി എന്ന് പറയപ്പെടുന്നു. അബുൽ ഹഖ്, സത്യത്തിന്റെ പിതാവ് എന്ന ഒരു സ്ഥാനപ്പേര് വരെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ ഭാഗത്തു നിന്നുള്ള പല ആളുകളും അതിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഓരോ നാട്ടിലെ ഓരോ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരെ കണ്ട് ഇവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അവരുടെ സാമ്പത്തിക മോഹമില്ലാതെ, ലാഭേച്ഛകളില്ലാതെ, സമൂഹത്തിന് വേണ്ടി ഉറക്കവും ക്ഷീണവും വകവെക്കാതെ ഓടി നടക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ജീവിതങ്ങളായിരുന്നു. മഹാനായ CH ഐദ്രോസ് മുസ്ലിയാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹമൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് കിട്ടുന്ന വണ്ടിക്ക് കൈ കാണിച്ച് ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ കിടന്നുറങ്ങി ഈ സമുദായത്തിന്, സമൂഹത്തിന്, പ്രസ്ഥാനത്തിന്, മദ്രസകൾക്ക്, പള്ളികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ ഒരു ജീവിതം, ആ ജീവിത വിശുദ്ധി തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇപ്പോഴുള്ള ഈ നിലനിൽപ്പിന്, അതിന്റെ പൂർവാധികമായി ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കാനുള്ള ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്.